ഇവരിത് എങ്ങോട്ടാണ് ഇവളെയും തൂക്കിയെടുത്തോണ്ട് ഓടുന്നതെന്നല്ലേ? ഇന്ന് ടോട്ടോയുടെ രണ്ടാമത്തെ പിറന്നാളാണ്. 6 ബെസ്റ്റ് ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇവള് ജനിക്കുന്നതിന് മുന്നേ മുതൽ ഇവള് വരാൻ വേണ്ടി കാത്തിരുന്ന് ഇപ്പോൾ വന്ന കീരിപ്പല്ലിൻ്റെ കടി വരെ മേടിക്കുന്ന 6 അംഗ സംഘത്തെയും കൊണ്ട് ചെറുതുരുത്തിയിൽ ഓടിയും ചാടിയും തലകുത്തിമറിഞ്ഞും കളിക്കാൻ സൗകര്യമുള്ള റിവർ റിട്രീറ്റ് എന്ന സ്പേസിൽ പോയി കേക്ക് മുറിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്ത് പ്ലാൻ ചെയ്താലും ഉടനടി അത് കൊളവാക്കാൻ വരുന്ന അതിഥി മുടങ്ങാതെ ഇത്തവണയും വന്നു. മറ്റൊന്നുമല്ല, ജലദോഷവും പനിയും. ഞാൻ ജിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി ഇടയ്ക്ക് ചോദിക്കും, നിനക്ക് ഓർമ്മയില്ലേ 2 കൊല്ലം മുന്നേ? ഗർഭിണിയായിരുന്നപ്പോൾ ഗ്യാസ് വന്നതും ഛർദ്ദിച്ചതും ഹോസ്പിറ്റലിൽ പ്രസവവേദനയുടെ ഒക്കെ കാര്യം പറയാൻ വാ തുറക്കുമ്പോഴേക്കും പിള്ളേർ പറയും, എൻ്റെ ചെറി ഒന്ന് നിർത്തുവോ? യെസ്, ചെറിയമ്മ എന്ന പരമ്പരാഗതമായ പേര് ചുരുക്കി ഞാനത് ഒരു പൂക്കി സ്റ്റൈലിൽ ചെറി എന്നാക്കി. പാരമ്പര്യവും മോഡേണിറ്റിയും എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ 9 മാസം ചുമന്ന കഥ അങ്ങോട്ട് മാറ്റിവെക്കും. കുട്ടികൾക്ക് കളിക്കാനും നടക്കാൻ വേണ്ടിയും കുറച്ചു നേരത്തെ വന്നതുകൊണ്ട് അവിടുത്തെ സ്പേസ് മൊത്തം ഞങ്ങളൊന്ന് നടന്നു നോക്കി. കൊള്ളാം. പ്രകൃതി രമണീയത, സ്വസ്ഥതയ്ക്ക് സ്വസ്ഥത. അനുജ എന്നാണ് കേക്ക് മേടിച്ചുകൊണ്ട് വന്നത്. സബ് ജില്ലാ ശാസ്ത്രമേളയുടെ വൻ തിരക്കായ അനുജ ടീച്ചർക്ക് ഫോൺ താഴെ വെക്കാൻ സമയമുണ്ടായിരുന്നില്ല. ശ്രീയോപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ കേക്ക് വന്നതോടെ കുട്ടികൾ ആവേശത്തിലായി. വടക്കാഞ്ചേരി ബിഗ് കേക്ക് ഹൗസിലെ കേക്ക് അല്ലേലും കിടുവാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്തു. അമ്മണിയും ഫുഡിന്റെ മെനു വായിക്കുന്നത് കണ്ട് എൻ്റെ ഉള്ളിലെ ടീച്ചർ ഉണർന്നു. ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നെങ്കിൽ ഇവരിങ്ങനെ ശ്രദ്ധയോടെ വായിക്കുമായിരുന്നോ? എന്തായാലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കുറേ സമയം ബാക്കിയുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിഞ്ഞു നടന്നു. ഒരു എക്സസൈസ് എങ്കിലാവട്ടെ. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് വീട്ടിൽ തിരിച്ചു പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാത്തിനെയും പെറക്കി കൂട്ടി കാറിലിട്ട് തിരിച്ചു പോന്നു. കൊള്ളാം.